ഹലോ ഗേസ്, അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ പുതിയൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീട് വെച്ചിട്ട് പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ പെയിന്റിംഗുകാരെ കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഒരു പോം വഴിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതാ നോക്കൂ, ഇതാ നമ്മളെ എന്താ പറയാ ഒരൊറ്റ ദിവസം കൊണ്ട് വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു ടെക്നോളജി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിന് നമ്മളെ കമ്പനിക്കാർ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരായിട്ട് പരിചയപ്പെടാം. എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഷഫീഖ്. അപ്പോൾ ഈ നമ്മൾ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു വീട് വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് അത് സത്യമാണോ? എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ദിവസം കൊണ്ട് നമ്മൾ 3000 സ്ക്വയർ ഫീറ്റ് 3000 സ്ക്വയർ ഫീറ്റ് വേണം. അതെ, ഒരു ദിവസം കൊണ്ട് 3000 സ്ക്വയർ ഫീറ്റ് വരെ ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. അതിനുള്ളൊരു എന്താ പറയാ ഒരു സംഭവമാണ് ഞങ്ങൾ അപ്പോൾ അവിടെ കണ്ടത്. അത് 1400 സ്ക്വയർ ഫീറ്റ് വെറും 4 മണിക്കൂർ കൊണ്ടാണ് ഇവരിത് അടിച്ച് തീർത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിത് ചോദിക്കാം. നമ്മൾ മണിക്കൂറിനല്ല കണക്ക്, ഒരു ദിവസം തന്നെയാണ്. ദിവസത്തിൽ ഫിനിഷിംഗ് ആക്കുക. ഒരു ദിവസത്തിൽ ഫിനിഷിംഗ് ആക്കുക. മണിക്കൂറല്ല, മണിക്കൂറിൽ പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഫിനിഷിംഗ് ആകുന്ന നമ്മളത്. അത് നിങ്ങളെ എങ്ങനെ എങ്ങനെ എത്ര കോട്ടടിക്കും? അല്ലെങ്കിൽ 3 കോട്ടടിക്കും. 3 കോട്ടടിക്കും. ആ 3 കോട്ടായിരുന്നു നിങ്ങളിപ്പോ ഈ ചുമരിന്റെ ഫിനിഷിംഗ് അനുസരിച്ചാണോ അല്ലെങ്കിൽ? അല്ല, 3 കോട്ട എല്ലാ വീടും അടിക്കും. എല്ലാ വീടും വിൻഡോസുകൾ ഒഴിവാക്കണം. വിൻഡോസുകൾ നമ്മൾ കവർ ചെയ്യും. പിന്നെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം ജനൽമായതൊക്കെ ക്ലിയർ ആക്കി ഇതുപോലെ ക്ലിയർ ആക്കി അപ്പൊ ഇതിനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരാണോ അല്ലെ ഞങ്ങൾ വാങ്ങി തരുന്ന എങ്ങനെയാണ്? മെറ്റീരിയൽസ് ഉൾപ്പെടെയുണ്ട്, മെറ്റീരിയൽസ് ഇല്ലാതെ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എവിടെയാണ് സ്ഥലം വരുന്നത്? നമ്മളെ സ്ഥലം വരുന്നത് മണ്ണാർക്കാട് അലനല്ലൂരാണ്. അപ്പൊ ഓൾ കേരള സർവീസ് ആണ്. നമ്മളെ കമ്പനിയുടെ പേര് വൈറ്റ് ഗ്ലോങ് ആണ്. അപ്പൊ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇവര് വരുന്ന വെച്ചാല് എല്ലാ സാധനമായിട്ട് അവർ വരും. വെച്ചാല് വൈറ്റ് സിമെന്റ്, അതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്യേണ്ട ഒരേ 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരു കോണി, ഒരു ബാരല്, അത് ഇവർക്ക് ആവശ്യമുള്ള കറണ്ട്, ഇത്രയും സാധനങ്ങളെ ഇവർക്ക് ആവശ്യമുള്ളൂ. അവരിത് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ അറിയില്ലേ, സ്പ്രേ പെയിന്റിംഗ് ആണ് കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇതാ സ്പ്രേ പെയിന്റിംഗ് ആണ് കേട്ടോ. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ളവര് അവരെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഗൈസ്, നമ്മുടെ വൈറ്റ് ഗ്രോ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ വൈറ്റ് സിമെന്റ് സ്പ്രേ പെയിന്റ് ചെയ്യുന്നതിന് മുന്നുള്ള വീടിന്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടിച്ചിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അവർ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ജനലുകളൊക്കെ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇത് അടിക്കുക. മറ്റതിൻ്റെ മുകളിലൊക്കെ ആവുന്നതിനെ കൊണ്ട് എന്നാലും കുറച്ചൊക്കെ ആവും. പക്ഷേ അത് അവർ ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടേ അവർ പോവുള്ളൂ. അതാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. എന്നുവെച്ചാൽ എല്ലാം വൃത്തിയായിട്ടാണ് അവരെ വർക്ക് നടക്കുന്നത്. അങ്ങനെ നമുക്ക് ഇവരുടെ മെഷീനറീസ് ഒക്കെ ഒന്ന് കാണാം. ഇതാ ഇവിടെ ആണ് നമ്മൾ ഈ ഒരു കാണുന്ന ഭാഗമാണ് ഇതിൻ്റെ ഒരു മെഷീൻ നിൽക്കുന്നത്. അതിലേക്ക് അവർ വൈറ്റ് സിമെൻറ്റ് പിന്നെ ബക്കറ്റിൽ കലക്കി അതുപോലെ കെമിക്കലൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ മെഷീനിലേക്ക് ഒഴിക്കുക. ഈ മെഷീനാണ് സ്പ്രേ ആയിട്ട് പുറത്തേക്ക് പൈപ്പ് വഴി പോകുന്നത്. അപ്പോൾ അത്ര സിമ്പിളായിട്ടാണ് വർക്ക് നടക്കുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് കുറേ ദിവസം എടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇവരടിച്ച് തീർത്ത് തരുന്നത്. അങ്ങനെ പിന്നെ ഇവർ അടുത്ത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതാ ഈ കോർണർ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മൂലകൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ അവർ ബ്രഷ് ഇട്ടിട്ട് അടിക്കുന്നത്. ബ്രഷ് ഇട്ട് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ബ്രഷ് ഇട്ട് അടിച്ച് ഒന്ന് ഫിനിഷ് ലെവലാക്കി വെച്ചിട്ടാണ് അവർ സ്പ്രേ പെയിൻറ്റിലേക്ക് ഇറങ്ങുക. അപ്പം നിങ്ങൾക്ക് വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണാം. അതാ കേട്ടോ, ഈ ജനൽ ഭാഗങ്ങളൊക്കെ അതാ നമ്മളെ ആളുകൾ ഈ അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ, ബ്രഷ് ഇട്ടിട്ട് അടിക്കുന്നത്. പിന്നെ അവരെ ഒരാൾ ഇതാകാണ് ഞങ്ങൾ ചുമലിലൊക്കെ ഉണ്ടാകുന്ന, അതായത് തേപ്പിൽ വരുന്ന പരിക്കല്ലേ, അതായത് തേപ്പിലൊക്കെ തേച്ചൊക്കെ കഴിയുമ്പോൾ കുറേ പിസറുകളൊക്കെ ഉണ്ടാകും ചുമലിൻ്റെ മുകളിൽ. അതൊക്കെ പുട്ടി ബ്ലേഡ് ഇട്ടിട്ട് ഒക്കെ ഇതാ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നതൊക്കെ അവരിങ്ങനെ വരതി കഴിഞ്ഞിട്ട് ഒക്കെ വൃത്തിയാക്കി നല്ല ഫിനിഷാക്കിയിട്ടാണ് അടിക്കുക. അത്രയും ക്ലിയറായിട്ടാണ് ഇവരുടെ വർക്ക് നടക്കുന്നത്. കണ്ടില്ലേ, ഒക്കെ നല്ല വൃത്തിയായിട്ട് വരതി നല്ല
അതെന്താ വെച്ചാൽ അതുണ്ടാകുമ്പം ഇത് പോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരെയുള്ള സാധനം പോക്കിയില്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന സമയം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുമരിങ്ങനെ റഫായി നിൽക്കും. അപ്പോൾ അത് ഒരു എന്താ വെച്ചാൽ ഒരു പരിക്കാൻ പോലെയാവും. അപ്പോൾ അതിനൊരു മിനുസുണ്ടാവില്ല. അപ്പോൾ അതിനാണ് ഈ പൊട്ടിപ്ലേറ്റ് നല്ല വൃത്തിയാക്കി വെക്കുന്നത്. അങ്ങനെ നമ്മൾ സ്പ്രേ പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സ്പ്രേ പെയിൻറ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി, നല്ല അടിച്ച ഭാഗം നല്ല ഫിനിഷിങ് ആണ്. അപ്പോൾ നമുക്ക് അടിക്കുന്നത് കാണാം. ഇപ്പോൾ അതിപ്പോൾ വെള്ളം ചേർത്ത് അടിച്ചതിനെ കൊണ്ട് അത് അത്ര കളർ ഉണ്ടാവില്ല. പക്ഷെ ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഗൈസ് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിനാണ് ഇവരുടെ റേറ്റ് വരുന്നത്. അതായത് നമ്മളെ പ്ലാനിൽ തറയുടെ എത്ര സ്ക്വയർ ഫീറ്റ് ആണോ തറ ഉള്ളത് ആ സ്ക്വയർ ഫീറ്റിനാണ് ഇവർക്ക് റേറ്റ് വരിക. അതായത് മുകളിലും താഴെയും ടോട്ടൽ വീടിൻ്റെ അത് പ്ലാനിൽ എത്രയാണോ സ്ക്വയർ ഫീറ്റ് അതാണ് ഇവരുടെ റേറ്റ്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് വഴി മെസ്സേജ് ചെയ്താൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അതിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതാ നമ്മൾ സ്പ്രേ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ദിവസം കൊണ്ടാണ് അവർ പറയുന്നത്, ഒരു ഒറ്റ ദിവസം കൊണ്ട് അടിച്ച് തീർക്കുന്നതാണ് അവർ പറയുന്നത്. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞു 3000 സ്ക്വയർ ഫീറ്റ് വരെ ഒരു ദിവസം കൊണ്ട് അടിക്കുന്നതാണ്. നല്ല ഫിനിഷിംഗ് ആണ് കാര്യങ്ങൾ ഇത് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിലെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ആകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.